അങ്ങനെ നാളുകളുടെ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും ഒടുവിൽ തമിഴകത്തിന്റെ ദളപതി നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ തീരുമാനത്തിലെത്തിയ സിനിമകൾക്ക് ശേഷം താൻ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വിജയ് ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ തന്നെ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള വിജയുടെ അച്ഛൻ എസ് രാജശേഖർ ശ്രമിച്ചെങ്കിലും അതിനെ പാടെ തള്ളിയ വിജയ് തമിഴക വെട്രി കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമാക്കിയത്. തളപതിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ വിജയുടെ നട്ടലെന്ന് വിശേഷിക്കപ്പെടുന്ന പേരാണ് ബുസി ആനന്ദ്. ശരിക്കും ആരാണ് ഈ ബുസി ആനന്ദ് എന്ന ചോദ്യത്തിന് ആദ്യം ലഭിക്കുന്ന ഉത്തരം വിജയുടെ ആരാധക കൂട്ടം വിജയ് മക്കൾ ഇയക്കത്തിന്റെ സാരഥി എന്നാണ്. എന്നാൽ ഒരു ഫാൻസ് അസോസിയേഷൻ നേതാവ് എന്നതിലുപരി വ്യക്തമായ ഒരു രാഷ്ട്രീയ ചുറ്റുപാടും ഒരു രാഷ്ട്രീയ ചരിത്രവുമുള്ള ആളാണ് ബുസി ആനന്ദ് എന്ന എൻ ആനന്ദ്. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ബുസി ആനന്ദിനെ ഒരു കിങ് മേക്കർ ഇമേജോടെയാണ് വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും നിലവിൽ വിലയിരുത്തുന്നത്. പോണ്ടിച്ചേരിയിലെ മേയറായിരുന്ന എച്ച് കസാമിന്റെ മകനും കോൺഗ്രസ് നേതാവും 1964 മുതൽ ബുസി മണ്ഡലത്തിലെ MLA CM അഷ്റഫിന്റെ സന്തത സഹചാരിയായിട്ടാണ് എൻ ആനന്ദ് എന്ന ബുസി ആനന്ദ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 1974 മുതൽ 1980 വരെയുള്ള കാലഘട്ടം മാറ്റി നിർത്തിയാൽ 1999 മരണം വരെ അഷ്റഫ് ആയിരുന്നു ബുസി മണ്ഡലത്തിലെ MLA. അഷ്റഫിന്റെ മരണശേഷം മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ബുസി ആനന്ദിന് കോൺഗ്രസ് സീറ്റ് നൽകിയില്ല. നീണ്ട നാളായി കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന ബുസി അക്കൊല്ലം DMK വിജയിക്കുകയും ചെയ്തു. ഇതിനിടെ 2005 കോൺഗ്രസ് നേതാവായ P കണ്ണൻ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസ് എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്ന് പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസിലേക്ക് പോയ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളാണ് ആനന്ദും. തുടർന്ന് അണ്ണാ DMKയുമായി ഉണ്ടാക്കിയ സഖ്യത്തിൽ ആനന്ദ് 2006 തിരഞ്ഞെടുപ്പിൽ ബുസി മണ്ഡലത്തിൽ മത്സരിക്കുകയും MLA ആവുകയും ചെയ്തു. കടുത്ത വിജയ് ആരാധകനായ ആനന്ദ് മേഖലയിലെ വിജയ് ആരാധകരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് സജീവ പിന്തുണയും നൽകിയിരുന്നു. ഇതോടെ മണ്ഡലത്തിന്റെ പേര് കൂടി ചേർത്ത് ബുസി ആനന്ദ് എന്ന പേരിൽ വിജയ് ആരാധകർ ആനന്ദിനെ വിളിച്ചു തുടങ്ങി. 2009 വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചപ്പോൾ ആനന്ദ് നടൻ വിജയുമായി സൗഹൃദം സ്ഥാപിച്ചു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബുസി ആനന്ദ് സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും പരാജിതനായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബുസി ആനന്ദ് സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും പരാജിതനാവുകയായിരുന്നു. ഇതോടെ വിജയ് ആരാധക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ബുസി ആനന്ദ് സജീവമായി. ആനന്ദിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തനായിരുന്ന വിജയ് അതുവരെ അച്ഛൻ എസ് ചന്ദ്രശേഖർ നിയന്ത്രിച്ചിരുന്ന ആരാധക സംഘടനയുടെ ചുമതല പൂർണ്ണമായും ബുസി ആനന്ദിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്ന് എസ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടവും ബുസി ആനന്ദിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടവും ആരാധകർക്കിടയിൽ ഉണ്ടായി. തമിഴ്നാട്ടിൽ അണ്ണാ DMKയെ തോൽപ്പിച്ച് DMK സർക്കാർ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഭരണത്തിലേറി. അതിനുശേഷം ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. അവസരോചിതമായ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിൻബലം ബുസി ആനന്ദ് എന്ന രാഷ്ട്രീയ ബുദ്ധിയാണെന്ന് നിസ്സംശയം പറയാം. വിജയ് എന്ന നടന് എന്തെല്ലാം സാധിക്കുമെന്ന് നമ്മൾ ഇതുവരെ കണ്ടതാണ്. എന്നാൽ വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന് എന്തെല്ലാം സാധിക്കുമെന്നും എന്തെല്ലാം ചെയ്യാനാകുമെന്നും ഇനി കണ്ടു തന്നെ അറിയണം.